They shall wander from sea to sea and from north to east. They shall run to and fro, seeking the word of the Lord. You shall seek those who contend with you absurdly and shall not find. സാറേ, ഒരു മിനിറ്റ്. ആ, ജീവനോ? അല്ല സാറേ, ഇന്നത്തെ സമരം. ഇല്ല ജീവ, ക്ലാസ് എടുത്ത് കഴിയണ്ടേ, അല്ലാതെ എനിക്കിതിലൊരു രാഷ്ട്രീയം ഇല്ല. അതെനിക്കറിയാം. പക്ഷേ സഖാക്കള് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇവരൊക്കെ ഇവിടെ തന്നെ കാണുമല്ലോ. സാറ് പോയി ഒരു ചായ കുടിച്ചിട്ട് വാ. ശരി. എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ സമരമാണ്. ക്ലാസ്സില്ല. എടോ, താനവിടെ ഇരിക്കുകയാണിരുന്നുള്ളൂ. ഇല്ല, കുഴപ്പമില്ല. അപ്പൊ ലാൽ സലാം. ലാൽ സലാം. എടോ, നീ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോന്നെ? പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതിന് ഈ ലോകത്ത് നീ 10 പേരിൽ കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? ഡോ, ഇങ്ങോട്ട് വാടോ. എന്നെയാണോ? രണ്ടാളും. എന്തൊക്കെയുണ്ട് പ്രിയ സഖാവേ? ചേച്ചിയുടെ കല്യാണമൊക്കെ ഇതുവരെ? ഫെബ്രുവരി 1-നാണ്. സഖാവ് വരില്ലേ? ജനുവരി 31 വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാകും. പോരെ? തന്റെ പേര് വേദ എന്നല്ലേ? ശ്രീവേദ. ശ്രീവേദ. ഇത് താൻ എഴുതിയതാണോ? ഇതെവിടെ നേട്ടി? സഖാവ് ഇത് മാത്രല്ല, ഇവള് ഒരുപാട് എഴുതാറുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ വായിക്കാൻ കൊടുക്കാറില്ല. അങ്ങനെയൊന്നുമില്ല, കുറച്ച് എഴുതുന്നു മാത്രം. നല്ല കവിതയാണല്ലോടോ. ഇതെല്ലാരും വായിക്കട്ടെ അല്ലേ? ആ ലൂക്കോച്ചിന്റെ കൈ കൊടുക്ക്, മാഗസിന് വരും. അത് ഞാൻ ഏറ്റു. അയ്യോ, അതൊന്നും വേണ്ട. എടോ, നമ്മുടെ സൃഷ്ടികളോട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. അത് 4 വരിയാണെങ്കിലും. അതല്ല, ഇതത്ര നല്ലതല്ല. ഒന്ന് പോടോ. ഇത്ര സ്വാർത്ഥത പാടില്ല കേട്ടോ. എല്ലാവരും വായിച്ച് ആസ്വദിക്കട്ടെ. നന്നായിട്ടുണ്ടോ? സഖാവേ, ഇത് ഞാൻ കൊടുത്തിരിക്കും. അപ്പോ വേദ സഖാവേ, വീടെവിടാ? ഞാൻ ഹോസ്റ്റലിൽ. ഞാൻ പോട്ടെ, ഞാൻ റൂം കാണും. വേദ വളർന്നതൊരു ആശ്രമത്തിലാ. ആശ്രമോ? അപ്പൊ വലുതാണോ? അതൊരു പാവാ. പുസ്തകത്തിൽ നിന്ന് വായിച്ച ലോകവിവരം മാത്രമേ ഒക്കുള്ളൂ. അല്ല സഖാവേ, അയാൾക്ക് ഈ സംഘടനാ ബോധമൊക്കെ ഉണ്ടോ? അതറിയില്ല. ഈ ലോകത്തെ എല്ലാവരോടും എല്ലാത്തിനോടും അവൾക്കിഷ്ടാ. അത് മതി, നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ കവിത ലൂക്കോച്ചിന്റെ കൊടുക്കാൻ മറക്കണ്ട. ലാൽ സലാം. ഞാനേ ലീഡറോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടാ. ലീഡറെല്ലാം ശരിയായി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേടിക്കണ്ട കേട്ടോ. ഓ, എന്തത്? ലോലമീ പാണികൾ. ഹൈ പാട്ടാണല്ലോ. ലോലമീ പാണികൾ ശകികളായല്ലോ, വർമുടി നിബിഡ വനങ്ങളായല്ലോ. നല്ല പാട്ടാണല്ലോ. പാട്ടല്ല, കവിതയാ. മാഗസീനിൽ കൊടുക്കാനുള്ളതാ. നേരത്തെ തരണ്ടേ പ്രിയേ? ഇതൊരു പേജ് വരില്ലേ? പിന്നെ കവിത തരാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാ. ഇതെന്റെ ഫ്രണ്ട് എഴുതിയതാ. ഇപ്പോഴാ കണ്ടത്. നല്ലതായതുകൊണ്ട് തന്നതാ. സംഭവം ശരി. പക്ഷെ ഇത്രയും വലിയ കവിത ഈ 2-3 വരിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ചെയർമാൻ പറഞ്ഞിട്ടാ. ഓഹോ, ഇപ്പൊ താനടക്കം 10ാമത്തെ ആളാവൻ പറഞ്ഞു വരുന്നത്. ഞാൻ അവനെ കണ്ടോളാം. ഒരു പേജ് കവിത ഇവിടെ പരസ്യം വെക്കാൻ തന്നെ പേജില്ല. അപ്പോഴാ നീ വാ. മലയാളം നോവൽ സാഹിത്യ ചരിത്രത്തിൽ ലോകത്തെ മൊത്തം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും മനോഹരമായൊരു നോവലായിരുന്നു
ചന്തുമേനോൻ്റെ ഇന്ദുലേഖ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖ ഒരു സ്ത്രീപക്ഷ വായനയുടെ ബിംബമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രം ഇന്ദുലേഖ ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിലെ എല്ലാവരും ഇവിടേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഫസ്റ്റില കിറ്റിൻ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഓരോ അല്ല സാർ, വേദയൊന്ന് വിളിക്കാൻ. ഇനി അയാളെ കൊണ്ടുപോകണോ? വേദ. താങ്ക് യു സാർ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? നമ്മുടെ കഥാപാത്രമായ ഇന്ദുലേഖ. എങ്ങോട്ടാ? വാ പറയാം. നമുക്ക് ലൂക്കോച്ചിനൊന്ന് കാണാം. കവിതയുടെ കാര്യല്ലേ? വേണ്ട. താനൊന്നും ഉണ്ടായിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. നല്ല കവിതയോടോ അത്, അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. നല്ലതായിരുന്നെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടെടുത്തേനെ. എടോ അതൊക്കെ ഞാൻ വേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ സൃഷ്ടിയുള്ള ഉത്തരവാദിത്തം. അത് കവിത പബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടാവട്ടെ, എന്നിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. എടോ, ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? ആ ശരിക്കും. ആ, നമ്മളെപ്പോലൊരു നിലപാടൊക്കെ ഉണ്ട് അല്ലേ? ശരിയാക്കാം. എന്തോടെ പരിപാടി? അല്ലേട്ടാ കവിത ലോലമി പണികൾ എന്തല്ലേ? അടിപൊളി. കൊള്ളാം, നല്ല വരികൾ. കൊള്ളാം. ഇതാരെഴുതിയതാ? ഇതിവിടെ എഴുതിയതാരെന്ന് അറിയത്തില്ല, പക്ഷേ കവിത ഫസ്റ്റ് ഇയർ മലയാളത്തിൽ ഒരു കുട്ടിയുടേതാ. എടാ ശ്രീവേദ. പരിപാടി കൊള്ളാല്ലേ? സംഭവം കേട്ടിട്ടുണ്ട്. ശ്രീവേദ. ശ്രീവേദ കവിത നന്നായിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അത് ശരിയാട്ടോ, കവിത നന്നായിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പലിനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ കവിത വായിച്ചുട്ടോ, നല്ല അസല് വരികളാ, നല്ല വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള ഒരു കവിത. നല്ല ഭാവിയുള്ള കുട്ടിയാ. അത് ശരിയാ അല്ലേ? മോളെ കവിത കണ്ടോട്ടോ, മനോഹരമായിട്ടുണ്ട്. നിർത്തരുത്, ഇനിയും തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ? ശരി ടീച്ചർ. ഇങ്ങനെ ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയെ, നാളത്തെ എഴുത്തുകാരിയായിരിക്കും ഈ കുട്ടിന്ന്. ഭാവിയിലെ വൈക്കം മാധവിക്കുട്ടിയാണ് അവൾ. മാധവിക്കുട്ടി അല്ലേ? ഇയാൾക്കൊക്കെ തേങ്ങ അറിയില്ല. ഓട്ടെ, അപ്പൊ ശരി. ഞാൻ ഈ ലോക്കൽ ക്ലാസ് ബേസിലോടൊന്നും മത്സരിക്കാറില്ല. പോടാ. വേറെ ഏതെങ്കിലും കോളേജിൽ കാണോടെ ഇതേപോലെ ഒരേ മരിച്ചോട്ടില്ല SFI മേശു എന്നെ സമ്മതിക്കണോ അല്ലേ? ഓ സമ്മതിച്ചു. ചേട്ടാ. എന്താ രേഷ്മ, നേച്ചർ ക്ലബിന്റെ വല്ല പരിപാടി ഉണ്ടോ? അതൊന്നല്ല ചേട്ടാ, അവരാ ഊട്ടിയിലെ മരങ്ങൾ മുറിക്കാനുള്ള പ്ലാനാ. ചേട്ടൻ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണം. മോള് വയ്ക്കൂ, ഞാൻ വരാം. ശരി ചേട്ടാ.